മഞ്ജുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. കാരണം മഴ, 250 റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടി പോയി. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് എനിക്ക് 23 വയസ്സായി. എനിക്കിത് പറയുമ്പോഴേ വിഷമം വന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞൊരു ഫീലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? BBQ സ്പേസിലാണ്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടില്ല. അപ്പം നിരഞ്ജനാണ് എല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ല. ഞാൻ, നിരഞ്ജൻ, ഗ്രീഷ്മ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. സാധാരണ ബർത്ത്ഡേ ഉള്ളവരാണ് ലേറ്റായിട്ട് വന്നത്. ഞാൻ നേരത്തെ വന്ന് നിൽക്കണം. അവരെല്ലാം ഇനി വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും 22 വയസ്സാണ്. പക്ഷെ നിനക്ക് 23 ആയില്ല ഗൈസ്. അടുത്ത 2 മാസം കഴിഞ്ഞിട്ടാണ്. ഇതിന് 24 വയസ്സും ആവാൻ പോയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യം ബാക്കി എല്ലാവർക്കും 22 വയസ്സാണ്. എനിക്ക് എങ്ങനെയാണ് 23 വയസ്സായെന്നുള്ള സ്റ്റോറിയാണ് ഞാൻ പറയണ്ട. ഒരു വർഷം തോറ്റു അല്ല, ഞാൻ പറയാം. ഫസ്റ്റ് എന്നെ അപ്പയും അമ്മയും കൂടെ ചേർത്തത് നമ്മുടെ ആർമി സ്കൂളിലാണ്. അപ്പോൾ ആർമി സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ABCD എഴുതിപ്പിച്ച്. അപ്പം ഞാൻ എഴുതിയപ്പോൾ തലതിരിഞ്ഞു പോയി. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ എന്ത് പറ്റി? എൻ്റെ ഒരു വർഷം ഞാൻ വീട്ടിൽ നിന്നു. അടുത്ത വർഷം എന്നെ കാർമലിൽ ചേർത്തു. അങ്ങനെയാണ് ഞാൻ എനിക്കിപ്പോൾ 23 വയസ്സായത്. സൂപ്പർ സ്റ്റോറി അല്ലേ? ഫേക്ക് ഫ്രണ്ട് എനിക്ക് ടോപ്പ് വാങ്ങിത്തന്നു. എനിക്ക് സർപ്രൈസ് തന്നു. ഇത് തിരിച്ച് റിട്ടേൺ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർപ്രൈസ് തന്നു. പിന്നെ കറക്റ്റ് 12 മണിക്ക് എന്നെ വിഷ് ചെയ്തു. ഉറങ്ങാതിരുന്ന് ജിമ്മിൽ പോയി ക്ഷീണിച്ച് വന്നിട്ട് എനിക്ക് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടി 12 മണിക്ക് ഉറങ്ങിയില്ല. വീഡിയോ ചെയ്ത് ഫേക്ക് ഫ്രണ്ടാണ്. അതെ, പക്ഷെ ഇവളിങ്ങനെ എഫേർട്ടൊന്നും ഇടില്ല. ഗൈസ്, മഴയില്ലായിരുന്നേൽ ഇവിടെ വെച്ചായിരുന്നായിരിക്കണം എൻ്റെ ബർത്ത്ഡേ കട്ടിങ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ മഴയാണ് അൺഫോർച്ചുനേറ്റ്ലി. മിട്ടുവാണ് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയും. എനിക്ക് അതാണ് ഇഷ്ടമുള്ളത്. അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്കിഷ്ടമുള്ളത്. ഗൈസ്, ഈ ഡ്രസ്സിന്റെ പിറകിലും ഒരു സ്റ്റോറി ഉണ്ട്. ഇത് ഇന്ന് വരാനുള്ളതായിരുന്നു. സാധാരണ എൻ്റെ വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ആ ഡെലിവറി ചേട്ടനെ വിളിച്ച് വരുത്തി മഴയത്ത് ചേട്ടൻ കൊണ്ടുവന്നു. പാവം, എപ്പോഴും പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കൊണ്ടുവരണം, ഇന്ന് എനിക്ക് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ബാഗ് പോലും തൂക്കാതെ, എന്ന് വെച്ചാൽ ബാക്കി ഡ്രസ്സ് തൂക്കാതെ കൈ കൊണ്ടുവന്നു. ശരിക്കും കൈ കൊണ്ടുവന്നു. ബാക്കിയൊന്നും ഇല്ല, ഇത് മാത്രമായിട്ട് കൊണ്ടുവന്നു. പാവം ചേട്ടൻ. നിരഞ്ജൻ പോയി കേട്ടോ. എന്തുകൊണ്ടും എൻ്റെ അടിപൊളി ബർത്ത്ഡേ ആണിത്. പുറത്ത് മഴ. നമ്മൾ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് ട്രാപ്ഡ് ആയിപ്പോയി. അവരൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ ഇത് എന്റെ പ്രശ്നമല്ല, ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. അങ്ങനെയല്ല, ചിലപ്പോ മഴയ്ക്ക് തന്നെ അത്ര ഇഷ്ടമായിരിക്കും. നമുക്കൊന്ന് മൂലക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇതുവരെ എപ്പോഴും പറയാൻ മഴയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത്. കൃഷ്ണ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് അടിച്ചപ്പോഴാണ് മഞ്ജുമ്മയുടെ അമ്മ പ്രസവിച്ചത്. പെങ്കൊച്ചെന്ന് പറഞ്ഞു. എനിക്ക് മലയാളി വലിയ ആളാണ്. ഗൈസ്, കേക്ക് ചെറുതായിട്ടൊന്ന് താഴെ വീണു. പക്ഷെ കുഴപ്പമില്ല, മഴ നനഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഏറ്റവും സാക്രിഫൈസ് ചെയ്തത് ആരോമലാണ്. രണ്ടുപേർക്കും പിടിഞ്ഞെടുക്കാം. പിടിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട് പിടിച്ചതാണ്. അടി പിടിക്കാൻ വേണ്ടി ഇവിടെ പിടിച്ചതാണ്. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ക്യാൻഡിൽ കുത്തി, ഞാൻ തന്നെ കത്തിച്ചു. ഡയറക്ടർ കമന്ററി എനിക്കറിയൂടായിരുന്നു.
അയ്യോ അവന് കൊടുത്തില്ല ഞാൻ അവനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരെയും പടമൊക്കെ തിരിച്ചു വരച്ചു എനിക്ക്. ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് എനിക്ക് ആരെങ്കിലും പടം വരച്ചു തരുന്നത്. പക്ഷെ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഓർത്ത് ആദ്യം എന്ത് പറയാം. എത്ര നേരം എടുത്തത് വരയ്ക്കാൻ? വാ തുറക്ക്. അധിക സമയമൊന്നും എടുത്തില്ല. 1 മണിക്കൂർ. നിരഞ്ജനും മിക്കുവിനും മാത്രം എനിക്കറിയാം. എനിക്കറിയാം കേട്ടോ, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബ്രസ്റ്റ് എന്ന് കേട്ടോ. വേണം നമ്മളിനി ലുലു മോളിലോട്ട് പോകും. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ പോയിട്ട് എന്താണ് പരിപാടി? അതിൽ എനിക്ക് പണ്ടൂരയിലെ ടിക്കറ്റ് സ്പോൺസർ ചെയ്യല്ലേ? അതാണ് എന്റെ ഗിഫ്റ്റ്. അല്ല എന്റെ ഗിഫ്റ്റ് അജിന്റെ ഗിഫ്റ്റ്. അതെ, നമ്മൾ അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോ മഴയില്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോ വീണ്ടും മഴ തുടങ്ങി. ഇന്ന് അത്രയ്ക്ക് എനിക്ക് ഐശ്വര്യമുള്ള ദിവസമാണ്. ഇത് ആക്ച്വലി എന്റെ പ്രശ്നമല്ല, ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്, യു ആർ ദ പ്രോബ്ലം. ഞാനാണ് മഞ്ജിമയുടെ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് വന്നത്. ഗ്രീഷ്മ നേരത്തെ വന്നു. പക്ഷെ മഞ്ജിമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഞാനാണ്. അജിൽ. എന്റെ ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു. മഴ ഞാൻ എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. നല്ല ബർത്ത്ഡേ ആയിരുന്നു. ഗൈസ്, നമ്മൾ ലുലു മോൾ എത്തി. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ലിപ്സ്റ്റിക് ആവാൻ പറഞ്ഞു. വീട്ടിലേക്കാണ് ലിപ്സ്റ്റിക്. ഞാൻ ഇതെടുത്തു. ഇത് ഞാൻ ലിപ്സ്റ്റിക് അല്ല, മറ്റേ സാധനത്തിന്റെ പേരൊന്നും ഇങ്ങനെ മുക്കിയിട്ടിരുന്നില്ല. റോസ് അല്ല, ലിപ്സ്റ്റിക് അല്ലാത്ത മറ്റേ ലിക്വിഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ കുറെ നാളായി സ്റ്റിക്ക് വാങ്ങിച്ചപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങി. റിസൾട്ട് വന്നു, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ്. നമ്മൾ ലുലു മോളിൽ നിന്ന് ഇറങ്ങി മിട്ടു നേരത്തെ പോയി. ഇനി എനിക്ക് വീട്ടിലാണ് കേക്ക് കട്ടിങ്. ഗായ്സ്, അമ്മ വന്നു കേക്കുമായിട്ട്. വീണ്ടും സർപ്രൈസ്. ബട്ടർ സ്കോച്ച് ആണ്, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല. ഭയങ്കര സോഫ്റ്റ്. സാധാരണ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ബിരിയാണിയും സദ്യയൊക്കെയാണ് വയ്ക്കണേ. ഇത് ചീനിച്ചട്ടിയിൽ ചോറും മീൻകറിയാണ് അമ്മ എനിക്ക് തരുന്നത്. പൊരിച്ച മീനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ പൊരിച്ച മീൻ, സാമ്പാർ, മീൻകറി, മീൻ പൊരിച്ചത്, തോരൻ, ഇത്രയിട്ട്. ഇനി ഒരു പാത്രം മെനക്കെടുത്തത്. ഗായ്സ്, എൻ്റെ വ്ളോഗ് അപ്പോൾ ഇവിടെ വെച്ച് നിർത്തണം. ഇന്നൊരു എൻ്റെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. കുറേ മഴ പെയ്ത്, മഴ ഉണ്ടെങ്കിലും നല്ല ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.